സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിൽ യൂട്യൂബർ തൊപ്പിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. വിദേശത്ത് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് നടപടി. തൊപ്പി എന്ന നിഹാദിന്റെ പാസ്പോർട്ട് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറിയിച്ചിരുന്നു ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്ന്. എന്തായാലും തൊപ്പിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങുമ്പോൾ തൊപ്പി എവിടെയാണെന്ന് ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ? തൊപ്പി എന്ന മുഹമ്മദ് നിഹാദ് എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പോലീസ് വളരെ സജീവമായിട്ട് പരിഗണിക്കുന്നൊരു സാധ്യതയുണ്ട്. ഇയാൾ രാജ്യം വിടാനുള്ള സാധ്യത അടക്കം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ പോലീസ് ഇയാളുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് അടക്കം നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് എന്നത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളുടെ യൂട്യൂബ് വഴി അശ്ലീല ദൃശ്യങ്ങൾ, സുഹൃത്തുക്കളെ അശ്ലീല ദൃശ്യങ്ങൾ അടക്കം സംരക്ഷണം ചെയ്തതിനാണ് പിന്നീട് കേസാകുകയും തുടർ നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെയും ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഈ ഗെയിമിംഗ് ആപ്ലിക്കേഷൻ വഴി അതുപോലുള്ള ലൈവ് വഴിയാണ് ഇയാൾ കുട്ടികളടക്കമുള്ളവരുടെ ഇടയിൽ വലിയ സ്വാധീനം നേടിയെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. തുടർന്ന് പലപ്പോഴും ഇയാളുടെ ഈ ലൈവുകളെല്ലാം തന്നെ ഈ സമൂഹത്തിൻ്റെ ഈ സാമൂഹ്യ ബോധമടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. പലതവണയും ഇയാൾക്കെതിരെ പരാതി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളുടെ ഒരു സുഹൃത്ത് മുഹമ്മദ് മമ്മു എന്ന മമ്മുവിനെ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അത് മറ്റൊരു പരാതിയിലാണ്. ഈ കേസിലും ഈ തൊപ്പി പ്രതിയാണ്. അതും ഈ സമാനമായ രീതിയിലുള്ളതാണ്. അവരെ അശ്ലീലം നടത്തുക, അധിക്ഷേപിക്കുക തുടങ്ങിയ അടക്കമുള്ള പരാതികളെ മുൻനിർത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. ഈ സമാനമായി തന്നെയാണ് ഈ മറ്റൊരു ചാനലിലും ഇതുപോലെ തന്നെ നടന്നിരിക്കുന്നത്. അന്ന് ഈ തൊപ്പിക്ക് ഒപ്പമായിരുന്നു ഈ മുഹമ്മദ് മമ്മു എന്നയാൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇയാളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് മറ്റൊരു ചാനലിലേക്ക് വരികയും അതിൽ അധിക്ഷേപം നടത്തുകയും ചെയ്തതിനാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇയാൾക്കും തൊപ്പിക്കും ഒപ്പമുള്ള സംഘങ്ങൾക്കുമെതിരെ പോലീസ് നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയുള്ള ഈ കേസിൽ മറ്റ് ഇയാളുടെ ചില സുഹൃത്തുക്കൾ കൂടിയുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുന്നതോടൊപ്പം തന്നെയാണ് ഈ തൊപ്പിക്ക് വേണ്ടിയുള്ള നടപടികളും ഘടിപ്പിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്ത് വന്നിരിക്കുന്നു. മറ്റ് ഇടങ്ങളിലേക്കെല്ലാം തന്നെ ഇയാൾക്ക് കടന്നു പോകാനുള്ള, പ്രത്യേകിച്ച് വിദേശത്തേക്ക് കടക്കാനുള്ള മുഴുവൻ സാധ്യതയും ഉണ്ട് എന്നത് പോലീസ് പറയുന്നു. ഇയാളുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കുമ്പോഴും പോലീസ് അതിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇയാൾക്ക് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുള്ള ആളാണ്. അതുകൊണ്ട് ആ രീതിയിൽ ജാമ്യം നൽകരുത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനൊപ്പമാണ് ലുക്കൌട്ട് നോട്ടീസും വന്നിരിക്കുന്നത്. അയാൾ ഈ അശ്ലീല പരാമർശങ്ങൾ, അധിക്ഷേപങ്ങൾ ഇതെല്ലാം നടത്തുന്നത് ഈ ചാനലിൽ പതിവാകുന്നപ്പോൾ തന്നെയാണ് അശ്ലീല ദൃശ്യങ്ങളും സുഹൃത്തുക്കളുടെ അടക്കം പ്രക്ഷേപണം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് പരാതി വരികയും കേസും അതിൻ്റെ ഒരു തുടർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇയാൾക്കെതിരെ പോലീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഡാനി, അതോടൊപ്പം തന്നെ ഈ തൊപ്പിക്കെതിരെ നേരത്തെ പരാതി വന്നിരുന്നു. അത് അന്വേഷിച്ച് പിന്നീട് തൊപ്പിയുടെ യൂട്യൂബ് ചാനലടക്കം മാറ്റുന്നത്, വിലക്കിയിരിക്കുന്ന ഒരു നടപടികളിലേക്ക് പോലും യൂട്യൂബ് കടക്കുകയും ചെയ്തു. അപ്പോൾ തൊപ്പിക്ക് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം പോലീസ് ഒരുക്കി, അല്ലെങ്കിൽ തൊപ്പിയെ പോലെ ഒരാളെ പിടികൂടാൻ കേരള പോലീസിന് കഴിയുന്നില്ലേ എന്നൊരു ചോദ്യം കൂടിയല്ലേ അവിടെ ബാക്കിയാവുന്നത്? തുടക്കത്തിൽ തന്നെ ശ്രമിച്ചിരുന്നെങ്കിൽ, ഇയാൾക്കെതിരെയുള്ള പരാതികൾ അർഹിക്കുന്ന ഗൗരവത്തോടെ പോലീസ് പരിഗണിച്ചിരുന്നെങ്കിൽ ഇതേപോലുള്ള ഈ തെറ്റുകൾ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനും എല്ലാം തന്നെ കഴിഞ്ഞു. മുൻപൊരിക്കൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തന്നെ മുന്നോട്ട് പോയതാണ്. പക്ഷേ അതിൽ വലിയ രീതിയിൽ പോലീസിന് മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ല എന്നതൊരു വാസ്തവം തന്നെയാണ്. അത് പരാതികൾ അത്ര കണ്ട ആ രീതിയിലായിരുന്നില്ല. പിന്നീട് ഇയാൾ ഒരു വളർച്ചയുടെ ഒരു കാലം ഈ രീതിയിൽ പല രീതിയിലെല്ലാം തന്നെ യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലെല്ലാം സ്വാധീനം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു, സാമ്പത്തികമായി മെച്ചപ്പെടുന്നു. ആ രീതിയിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ പോലീസ് ഒരു വലിയ രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിലേക്ക് ഒളിവിലേക്ക് പോകാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ തടയാനായിട്ടെല്ലാം തന്നെ സാധിക്കുമായിരുന്നു. പക്ഷേ
കുറച്ചുകൂടി ഈ പരാതികൾ കടുക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പോലീസ് മറ്റു നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നത്. അപ്പോൾ മുതൽ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ളൊരു തിരച്ചിലും കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വൈകാതെ ഇയാൾ ഒരു പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം പോലീസിൻ്റെ ശക്തമായ റിപ്പോർട്ടിനെ തുടർന്നാണ് യൂട്യൂബ് ഇയാളുടെ ചാനലടക്കം പൂട്ടിയത്. അതിനുശേഷമാണ് മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം ആദ്യത്തെ ഒരു മെല്ലെപ്പോക്കിന് ശേഷം പോലീസ് നടപടികൾ കർശനമാക്കുകയും തുടർന്ന് മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. വൈകാതെ ഇയാൾ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ആലുവ റൂറൽ സൈബർ പോലീസാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് അടക്കം ഇയാൾക്കെതിരെ കേസെടുക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ്. ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും അവർ തന്നെയാണ്. കൃത്യമായൊരു ട്രാക്കിങ്ങിലൂടെ വൈകാതെ ഇയാൾ പിടിയിലാകുമെന്ന സൂചന തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ശരി, സുഹൃത്തുക്കളുടെ നഗ്നദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിൽ യൂട്യൂബർ തൊപ്പിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് പോലീസിന്റെ നടപടി. തൊപ്പി എന്ന നിഹാദിന്റെ പാസ്പോർട്ട് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡാനി പോൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.